ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മനസ്സിൽ മുഴുവനും പുഴയിൽ പോകണം എന്നുള്ള ഓർമ്മയുണ്ടായിരുന്നല്ലോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അലക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ തുണി, 2 ദിവസത്തേതില്ല, സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കവിടെ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ പുഴയിൽ അലക്കി വന്ന പാട് വെള്ളം പോലും കുടിച്ചില്ല, നേരെ വീട്ടിൽ പോയി പുഴയിലോട്ട് ഓടിയിട്ടോ. അപ്പം എല്ലാവരും പോന്നു കേട്ടോ. പിന്നെ ഞാൻ അലക്കാൻ സോപ്പ് പൊടി വെള്ളത്തിലങ്ങ് സകല ദൈവങ്ങളെ വിചാരിച്ച് കലക്കും കേട്ടോ. അപ്പം ഇത് ഈശ്വരാ, എന്തിനാണ് ഇത്രയും തുണി കൊടുക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. ദൈവമേ, ഈ തുണി കണ്ടുപിടിച്ചവന്മാരെ വേണ്ട പണിയുണ്ട്. എന്താണേലും ഈ തുണി കൊടുക്കാൻ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ ഉള്ള തുണി മുഴുവൻ അലക്കേണ്ടി വന്നതെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല 50 അല്ല കേട്ടോ ഉള്ളത്. എന്തായാലും വേണ്ടില്ല, സോപ്പ് പൊടി കലക്കിയിട്ട് തുണി മുക്കി കല്ലിനിട്ട് 2 അടി അടിച്ചാലും മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്താണേലും വേണ്ടില്ല, അടിച്ച് കല്ല് പൊട്ടിക്കുന്ന കണ്ടപ്പോൾ ചേട്ടായും കൂടി മോനുസ് കൂടി കുടുവും വിചാരിച്ചു. ഇതെൻ്റെ ദൈവമേ, അമ്മ ഇല്ലെങ്കിൽ ഇന്ന് റെഡിയാക്കുമെന്ന് ഓർത്തിട്ട് കുടു നല്ല അലക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉടുപ്പ് കീറും അമ്മയെന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാവും അവർ തന്നെ വേഗം അലക്കാൻ ഇറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് വേണ്ട രീതിയിൽ വോയിസ് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറയേണ്ട രീതികളൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ലാത്തത് കൊണ്ടും ആണ് കേട്ടോ നിർത്തി പോണതും. എനിക്കൊരു എന്താ പറയുക, വോയിസ് കൊടുക്കുമ്പോൾ വല്ലാതെ സുഖം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അലക്കി ഒരുപാട് രാത്രിയായി. താഴത്തമ്മ വിചാരിച്ചു കേട്ടോ ഞങ്ങളെ പുലി പിടിച്ചുകൊണ്ട് പോയോയെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയും ചേച്ചിയും അയ്യോ ഇറ്റുങ്ങളെ വരുന്നത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബേജാറായി നിൽക്കുകയെന്നെ. അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേക്ക് അമ്മ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും മധുരക്കിഴങ്ങ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടായി ഉപ്പിലിട്ട കാന്താരി മുളക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി. മധുരക്കിഴങ്ങ് തീർന്നപ്പോഴാണ് സംഭവം കിട്ടിയതെന്ന് മാത്രം കേട്ടോ. തീർന്നു കഴിഞ്ഞപ്പോൾ അയ്യോ കുറച്ചുകൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും തോന്നി. പിന്നെ എന്തായാലും വേണ്ടില്ല, മധുരക്കിഴങ്ങൊക്കെ എല്ലാവരും കഴിച്ചു. അലക്കി മടുത്ത് വന്ന ക്ഷീണം അങ്ങ് മാറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോനിച്ച് തുണി എണ്ണാൻ ഇറങ്ങിയേ. അമ്മേ 50 തുണിയുണ്ടെന്ന് പറഞ്ഞ അവൻ കേട്ടോ. ഞാനപ്പോൾ എണ്ണീട്ട് ഇരുന്നില്ല. ഞാൻ പറഞ്ഞു 50 നിനക്ക് എണ്ണം തെറ്റി, നീ 50 വരെ പഠിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അവനെ മുപ്പിച്ചു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞ് അപ്പം അമ്മ എന്നെ കളിയാക്കി. 2 3 മക്കളും കൂടി ഉണ്ടാവട്ടെ, എനിക്കല്ലേ മക്കൾ തികയാത്തതെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കളിയാക്കി കേട്ടോ. ഞാൻ പറയും അമ്മ വീട് നിറയെ മക്കൾ വേണം അമ്മേന്ന് ഞാൻ പറയാം. അമ്മ എപ്പോഴും പറയും മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഏതായാലും വേണ്ടില്ല, അങ്ങനെ ബക്കാടി വന്നു. ബക്കാടീനോട് 2 3 വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ന് നമുക്ക് വീട്ടിലവിടെ വയറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയും കൂടെ വറുത്ത് വെച്ചു കേട്ടോ.